ബഹുമാനപ്പെട്ട പാലക്കാട് ബിഷപ്പിൻ്റെ പ്രസ്താവന വന്നിട്ടുണ്ട്. അത് ഞങ്ങളുടെ തലയിൽ കെട്ടിവെക്കാൻ ചില ആളുകൾ ശ്രമിച്ചു, അത് പൊളിഞ്ഞു പോയല്ലോ. അപ്പോൾ ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ എന്നുള്ള തന്നെ എന്നുള്ള ആ നിലപാട് പാലക്കാട്ടിലെ മാധ്യമ പ്രതിനിധികൾ ഒന്ന് വെടിയണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കാരണം വളരെ കൃത്യമായിട്ട് പാലക്കാട് ബിഷപ്പ് പറഞ്ഞല്ലോ, അവിടെ ബോധപൂർവം സംഘർഷമുണ്ടാക്കാൻ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മലമ്പുഴ നിയോജക മണ്ഡലത്തിൽ CPM-ന് 2 പഞ്ചായത്തുകളുടെ ഭരണം നഷ്ടപ്പെട്ടു. മരുതറോഡ് പഞ്ചായത്ത് നഷ്ടപ്പെട്ടു, അകത്തേത്തറ പഞ്ചായത്ത് നഷ്ടപ്പെട്ടു. നിരവധി പഞ്ചായത്തുകളിൽ ഞങ്ങൾ വലിയ മുന്നേറ്റം നടത്തി. അപ്പോൾ മലമ്പുഴ നിയോജക മണ്ഡലത്തിൽ ഞങ്ങൾ ഉണ്ടാക്കിയ മുന്നേറ്റം, ഞങ്ങൾ 45,000-ൽ കൂടുതൽ വോട്ടുകൾ അവിടെ നിലനിർത്തിയിട്ടുണ്ട്. മലമ്പുഴ നിയോജക മണ്ഡലത്തിൽ വളരെ ബോധപൂർവം ഇത്തരത്തിലുള്ള സംഘർഷങ്ങൾ ഉണ്ടാക്കാൻ ഭാരതീയ ജനതാ പാർട്ടിയും സംഘപരിവാർ പ്രസ്ഥാനങ്ങളെയും അപകീർത്തിപ്പെടുത്താനുള്ള ഒരു ശ്രമം ശ്രീ MP രാജേഷിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. സ്വന്തം പഞ്ചായത്തിലുണ്ടായിട്ടുള്ള പരാജയം, CPM കാലാകാലങ്ങളായിട്ട് ഭരിക്കുന്ന സ്വന്തം പഞ്ചായത്തിൽ 3 സീറ്റ് ഭാരതീയ ജനതാ പാർട്ടി നേടിയിരിക്കുക. 6 സീറ്റിൽ ഞങ്ങൾ 2ാം സ്ഥാനമാണ്. 6 വോട്ടിനും 8 വോട്ടിനും 12 വോട്ടിനൊക്കെയാണ് ഞങ്ങൾ പരാജയപ്പെട്ടുള്ളത്. ആ പരാജയം മറയ്ക്കാൻ, ഞങ്ങളെ അപകീർത്തിപ്പെടുത്താൻ, ഞങ്ങളെ ഇത്തരത്തിൽ പൊതുജനങ്ങളുടെ മുന്നിൽ, പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ഞങ്ങളുടെ മോശം ഇമേജ് ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമാണ് MP രാജേഷിൻ്റെ ഭാഗത്ത്. മന്ത്രിയാണല്ലോ ആദ്യം പ്രസ്താവനയായിട്ട് വന്നത്. ഒരു മന്ത്രി ചെയ്യേണ്ട കാര്യമാണ് ഒന്ന് വാളയാർ പോലീസ് അല്ല SP ഒന്ന് വിളിച്ചു ചോദിച്ചാൽ, സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ DYSP വിളിച്ചു ചോദിച്ചാൽ മന്ത്രിക്ക് ഇൻഫർമേഷൻ കിട്ടില്ലേ? ഞങ്ങൾ ഒരു അധികാരമില്ലാത്ത ഞങ്ങൾ കൃത്യമായിട്ട് വിവരങ്ങൾ ശേഖരിക്കുന്നു. ഒരു മന്ത്രിസ്ഥാനത്ത് ഇരിക്കുന്ന ആൾക്ക് ഒരു ഫോൺ കോളിൽ കിട്ടുന്ന കാര്യമല്ലേ? ആ മന്ത്രിയാണ് ഇത്ര നിരുത്തരവാദപരമായിട്ടുള്ള പ്രസ്താവനയായിട്ട് വരേണ്ടത്. ഞങ്ങളുമായിട്ട് യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല. ഈ കരോൾ സംഘം, ഞാൻ ബിഷപ്പ് എന്താ പറഞ്ഞത്, കരോൾ എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ഭക്തിപൂർവം ആത്മീയ ഇതോട് കൂടിയിട്ട് ചെയ്യേണ്ട കാര്യമാണ്. എനിക്ക് എൻ്റെ സാമാന്യ വിവരം വെച്ചിട്ട് കരോൾ സംഘങ്ങൾ പോവുക, ആ വീടുകളിൽ പോയി പ്രാർത്ഥന നടത്തും, കരോൾ ഗാനം പാടും, അവിടുന്ന് ചെറിയ സംഭാവനകൾ അവർ കൊടുക്കും, അത് വാങ്ങിയിട്ട് വരുന്ന ആളാണ്. മദ്യപിച്ച് CPIM-ന്റെ ഏരിയ കമ്മിറ്റിയുടെ ബാൻഡ് സെറ്റുമായിട്ട് പോകുന്ന ആളുകളെ കരോൾ സംഘമായിട്ടാണോ പറയേണ്ടത്? ഈ കാളാണ്ടി അതിൽ ബിഷപ്പ് പറഞ്ഞല്ലോ, കൃത്യമായി പറഞ്ഞല്ലോ. നിങ്ങൾ അല്ല മദ്യപിച്ചിട്ടെന്ന് ബിഷപ്പ് പറഞ്ഞിട്ടില്ല. ഞാൻ പറയുന്നത് ആ പോയ സംഘം മദ്യപിച്ചിട്ട് അവിടെ ഞങ്ങളുടെ രതീഷ് എന്നുള്ള പ്രവർത്തകൻ കൊല ചെയ്യപ്പെട്ട സ്ഥലമാണ് കാളാണ്ടിത്തറ. അവിടേക്ക് ബോധപൂർവം സംഘർഷമുണ്ടാക്കാനായിട്ട് CPM-ന്റെ ക്രിമിനൽ സംഘം പോയതാ. എവിടെയെങ്കിലും ബാൻഡ് ഇതിൽ CPIM-ന്റെ ബാൻഡ് ഉപയോഗിച്ചിട്ട് കരോള് നടത്തുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവിടെ നിങ്ങൾ ഇത് ഞങ്ങളുടെ തലയിൽ കെട്ടിവെക്കണ്ട. ബിഷപ്പ് അല്ലല്ല, ഇതുമായിട്ട് പോയ ഈ കരോൾ സംഘത്തിൽ പോയ വ്യക്തികളും അതുപോലെ തന്നെ ഈ കേസിലെ പ്രതിയായിട്ടുള്ള ആളും തമ്മിൽ അവിടെ വ്യക്തിവൈരാഗ്യമുണ്ട്. അവർ തമ്മിൽ നേരത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ പേരിൽ ഉണ്ടായ പ്രശ്നമാണ്. അതിനെ RSS-ന്റെയും ഞങ്ങൾക്ക് അതിന് ഉത്തരം പറയേണ്ട ആവശ്യമില്ല. അതല്ല ഞാൻ ഈ പോയ ആളുകളല്ല പറഞ്ഞ് മദ്യപിച്ച് കരോളിന്റെ പേരിൽ പോകുന്നത് മുഴുവൻ അംഗീകരിക്കാൻ കഴിയില്ല എന്നാ പറഞ്ഞത്. അതാ പറഞ്ഞത്. നിങ്ങള് വാക്കുകൾക്കിടയിൽ നിങ്ങളുടെ വാദങ്ങൾ പൊളിഞ്ഞു വീണു. നിങ്ങൾ കെട്ടിച്ചമച്ച് കൊണ്ടുവരാൻ സുഹൃത്തെ, നിങ്ങൾ ഇന്നലെ ഞങ്ങൾക്കുള്ള തലയിൽ വെച്ച് തരാൻ നോക്കിയ സാധനം ഇന്ന് രാവിലെ 9 മണിയോട്ട് നിങ്ങൾ പോയി കാത്തിരുന്നിട്ട് എടുത്ത ബൈറ്റ് എടുക്കാൻ വേണ്ടി പോയി കാത്തിരുന്ന കാര്യമൊക്കെ ഞങ്ങൾക്കറിയാം. അത് പൊളിഞ്ഞതിന്റെ വിഷമം ഇവിടെ തീർക്കണ്ട. സാജിദേ, നിങ്ങൾ 2 കാര്യങ്ങൾ ഞങ്ങൾക്കെതിരെ പാലക്കാട് ജില്ലയിൽ കെട്ടിവെക്കാൻ ശ്രമിച്ചു. വാളയാറിലെ ആൾക്കൂട്ട കൊലപാതകൻ RSS-ന്റെയും BJP-യുടെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിച്ചു. അത് പൊളിഞ്ഞു വീണു. നിങ്ങൾ ഏതെങ്കിലും മാധ്യമം ഈ പിടിയിലായ ആളുകളുടെ രാഷ്ട്രീയ പശ്ചാത്തലം ഇതുവരെ പറഞ്ഞോ? ഞാൻ എല്ലാ ന്യൂസ് ചാനലുകളുണ്ട്. 2 ആൾ പിടിയിൽ നിന്ന് മാത്രം നിങ്ങൾ പറഞ്ഞു. നിങ്ങൾ കസ്റ്റഡിയിലാവുന്നതിന് പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് പിടിയിലായ ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ ഇറക്കിയില്ലേ? 4 ആൾ RSS ആൾക്കൂട്ട കൊലപാതകം RSS-ന്റെയും BJP-യുടെയും നേതൃത്വത്തിൽ RSS പ്രവർത്തകരാണ് പിന്നിൽ നിന്നുള്ള വാർത്ത ആദ്യമേ വന്നിട്ടുണ്ട്. നിങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ അയച്ചുതരാം.
ഞാൻ അയച്ചു തരാം. ഇതിപ്പോ അറസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ, പിടിയിൽ അല്ലല്ല അതല്ലല്ല. ഞാൻ ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. ഇപ്പോ ഞാൻ കണ്ട ചാനലിലൊക്കെ 2 പ്രതികൾ പിടിയിൽ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടല്ലോ. ഞാൻ ചാനലുകളുടെ പേര് പറയുന്നില്ല. ഞാൻ ഈ പത്രസമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് ഇരുന്ന് കണ്ടതാണ്. 2 പ്രതികൾ പിടിയിൽ നിന്നുണ്ട്. ആ 2 പ്രതികളുടെയും രാഷ്ട്രീയ പശ്ചാത്തലം കൂടി പറഞ്ഞൂടെ? പിടിയിൽ 2 പ്രതികൾ പിടിയിൽ പറഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രതികളെ ഇന്നലെ വൈകിട്ട് തൊട്ട് പോലീസ്, ഇന്നലെ ഞാൻ രാത്രി ചർച്ചയ്ക്ക് പോയ സമയത്ത് പറഞ്ഞാണ്, ഇന്നലെ തന്നെ 4 പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. പോലീസ് റിമാൻഡ് റിപ്പോർട്ട് എഴുതി ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. അപ്പൊ അവരെ സംബന്ധിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ ഉണ്ട്. കാരണം ഇത് പിടിയിലായത് ഞങ്ങളുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുള്ള ആളാണെങ്കിൽ നിങ്ങളിപ്പോ വണ്ടക്ക അക്ഷരത്തിൽ കൊടുത്തില്ല. ഇപ്പൊ നിങ്ങൾ കൊടുക്കില്ല. ഇപ്പോ കരോളിനെ സംബന്ധിച്ച് ബിഷപ്പ് നടത്തിയ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ കൊടുത്തുവോ? ഏതിലെ ഇപ്പോ കൊടുക്കാൻ അതല്ല ഇതില് അല്ലല്ല, അത് നിങ്ങൾ അല്ല, എനിക്ക് അല്ലാത്ത രീതിയിൽ കിട്ടിയതാ, ചാനലിൽ നിന്നല്ല കിട്ടുമല്ലോ. അല്ല ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോ വാളയാർ കേസിനെ സംബന്ധിച്ച് ഞങ്ങൾ കൃത്യമായിട്ട് ഓരോ അതിൽ ഉൾപ്പെട്ട ആളുകളുടെ രാഷ്ട്രീയ പശ്ചാത്തലവും അതിൽ ആരൊക്കെ ഉണ്ടായിരുന്നത് ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. കാരണം ഞങ്ങളൊരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയാണ്. ഞാൻ പറഞ്ഞു, MP രാജേഷിനെ പോലൊരു മന്ത്രിക്ക് സ്പെഷ്യൽ ബ്രാഞ്ച് സംവിധാനമുണ്ട്. ഞങ്ങൾക്ക് സ്പെഷ്യൽ ബ്രാഞ്ച് സംവിധാനവും ഇല്ല. പ്രാദേശികമായിട്ട് അന്വേഷിച്ചാൽ കിട്ടുന്ന കാര്യമാണ്. ഇതേപോലെ ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള സോഴ്സുകൾ ഉണ്ടല്ലോ ഇതൊക്കെ കിട്ടാൻ. ഈ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് ഇവരുടെ പേര് അതിന്